ഇന്നത്തെ ഫضل പറയാണ്. സമയമില്ല, സിയാറത്തിന് പോണം. കുറ്റിയടിക്കാൻ പാവപ്പെട്ട അനാഥരായ യതീമുകളെക്കാൾ യതീമായ രണ്ട് മക്കള് കാത്തുക്കലുണ്ട്. ഇന്നത്തെ ഫضل പറയാണ്, നയന മനോഹരമാണ്, നയന മനോഹരമാണ്. 6 മാസങ്ങൾക്ക് മുമ്പ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 മാസങ്ങൾക്ക് മുമ്പ് കെട്ടുമോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മമാർക്കും ഇങ്ങനത്തെ ഗതി അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. ഒരു മോളും ഒരു ഉമ്മയും 3 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയും ഇവിടെ വന്നിരുന്നു എന്നെ കാണാൻ. എന്നിട്ട് ആ പെണ്ണ് 20 ചില്ല വയസ്സ് പ്രായമായ ആ പെണ്ണ് മോള് പറയാണ്, തങ്ങളെ ജീവിതത്തിന്റെ സുഖം എന്തെന്നറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി, എന്നും പ്രശ്നങ്ങളാണ്. ഭർത്താവ് നോക്കുന്നില്ല തങ്ങളെ, എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല, എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല തങ്ങളെ. എന്റെ ഭർത്താവിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷെ നല്ല കാണാ ചുരുക്കുള്ളൊരു മോള്. ഭർത്താവിന് എന്തില്ല, എന്നെ ഇഷ്ടല്ല. വലിയ വിഷമത്തിലാ തങ്ങളിപ്പാപ്പ. എന്റെ ഭർത്താവിനെ തിരിച്ചെടുക്കണം. എന്റെ സ്വർണ്ണക്കോലേത്താ, എന്റെ സ്വർണ്ണൊക്കെ അവളെ കയ്യിലാണ്, അവരെ കയ്യിലാണ്. ഇതും കിട്ടുന്നില്ല. ഇനി അതല്ലെങ്കിൽ ഇനി മൂപ്പരിക്കിന്നെ വേണ്ടെങ്കിൽ ഒഴിവായി കിട്ടണം. തങ്ങളിപ്പോ ദ്വാരിക്കണം. ഞാൻ ഒന്നും സലാത്ത് കേൾക്കും. ആളുകൾ എന്നോട് പറഞ്ഞു, ഈ സലാത്ത് കേട്ടാല് എന്തെങ്കിലും ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വരും. ഞാൻ പറഞ്ഞു, ഒരു 7 മാസം കൊണ്ട് തങ്ങൾപ്പാന്റെ കുട്ടിക്ക് ഒന്നുമില്ലേ സ്വർണം കിട്ടും, അല്ലെങ്കിൽ ഓൻ ഏറ്റെടുക്കും. തങ്ങൾപ്പാന്റെ കുട്ടി വിഷമിക്കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ കയ്യിൽ കിടക്കുന്ന മോതിരവുമായിട്ട് ഞാൻ എന്റെ തങ്ങളിപ്പാപ്പാന്റെ അടുത്ത് വരും. ഉമ്മയും പറഞ്ഞു, ഞാൻ ഓലറ്റ് വരും. സുബ്ഹാനല്ലാഹ്. ആ 7ാമത്തെ മാസമായപ്പോ ആ സ്വർണം ആ കുടുംബം കൊടുത്തു. കേൾപ്പിച്ചു കൊടുത്ത നയന മനോഹരമായ ഒരു മോതിരാണ് കേട്ടോ. തന്നോൽക്ക് അള്ളാഹു ബർക്കത്തിയിട്ട് ആഖിർ അള്ളാഹു വിളിച്ചേക്ക് കൊടുക്കുന്ന ഒരു കുഞ്ഞു പെങ്ങൾ അള്ളാഹു ബർക്കോട് വരുന്നേ. ചെറുപ്പുള്ളശ്ശേരിയിലെ കൊടക്കാട് വന്നിരുന്നു അല്ലെ? നിങ്ങളും മകളും വന്നിരുന്നു അല്ലെ? ഒരു വിഷമം നിങ്ങൾ പറഞ്ഞോട്. എന്ത് വിഷമം? കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഒഴിവാക്കി, സ്വർണ്ണങ്ങളൊക്കെ പോലെ കയ്യില് ആയിരുന്നു അല്ലെ? അങ്ങനെ അത് കിട്ടുന്നില്ല. അങ്ങനെ കൊടക്കാട് വന്നത് 6 മാസമായപ്പോ നമ്മൾ സ്വർണ്ണം പോലെ കൊടുന്നല്ലേ? ഒന്നില്ലെങ്കിൽ തിരിച്ചെടുക്കും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്വർണ്ണങ്ങളെ കിട്ടും. നമ്മൾ പറഞ്ഞു സ്വർണ്ണങ്ങൾ കിട്ടിയില്ല, വലിയ വിഷമത്തിലൊന്നുമില്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സന്തോഷം അള്ളാഹു നൽകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മയോട് ചോദിച്ചു, മോളെ ഇത് കൊണ്ടുതരാന്ന് പറഞ്ഞ് നിങ്ങളെ മകളല്ലേ, നിങ്ങളെ മകൾ എവിടെയാണെന്ന് ചോദിച്ചു. ആ ഉമ്മ എന്നോട് പറഞ്ഞു, തങ്ങളെ എന്റെ മകള് 40 ദിവസം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അവള് ഗർഭിണിയായ സമയത്ത് പ്രസവം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹാർട്ടിന് ചെറിയൊരു ഓൾസ് വന്നു. നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു ശ്വാസം മുട്ട് വന്നു.
അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവളെ മരിക്കുന്നതിന്റെ മുമ്പോ വല്ലാത്ത സന്തോഷത്തിനായിരുന്നു. ഇന്നെന്റെ പൊന്നു നാൾ 2 ദിവസം മുമ്പ് പൊന്നുമോളെ 40 കഴിഞ്ഞു. ഈ മോതിരം അവളെ കൈകൊണ്ട് കൊണ്ടുതരണമെന്ന് വിചാരിച്ചതാ. എന്നാൽ ആ പൊന്നുമോള് ലോകത്തോട് വിട പറഞ്ഞു. നിങ്ങളെ ഖബറിൽ വെച്ചിട്ട് എന്റെ പൊന്നുമോള് ഖബറിൽ വെച്ചിട്ട് എന്റെ പൊന്നുമോള് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നുണ്ട്. അല്ലാഹ് എന്നോട് പൊന്നുമോള് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഈ മോതിരമായിട്ട് ഞാൻ നിങ്ങളെ അടുത്ത് വരും. എന്താ 3 വയസ്സുള്ള പൊന്നുമോളെ 3 വയസ്സുള്ള പൊന്നുമോളെ അവളെ ഉമ്മയെ തനിച്ചാക്കിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ, ആ പൊന്നുമോളെ ഖബർ വിശാലമാക്കി കൊടുക്കറബേ. ആമീൻ. ആ പൊന്നുമോളെ ഖബർ വിശാലമാക്കി കൊടുക്കറബേ. ആമീൻ. ഉമ്മ പറയാ, എന്റെ മകൾക്ക് ഏറ്റവും ആഗ്രഹം ഈ സ്വർണം അവൾക്ക് കിട്ടി. ഈ സ്വർണം അവൾക്ക് കിട്ടി. അവളെ കൈകൊണ്ട് കൊണ്ടുതരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കുട്ടിക്ക് സുഖമില്ലാതെയായി. ആശുപത്രിയിൽ കൊണ്ടുപോയി. രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി. വൈകുന്നേരമായപ്പോഴത്തേക്ക് ആ പൊന്നുമോള് ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ, പൊന്നുമോളെ ഖബർ വിശാലമാക്കണേ. ആമീൻ. ഹൂറുലൈങ്ങളെ കൂടെ അല്ലാഹ് ദുനിയാവിലെ സുഖം അനുഭവിക്കാത്ത ആ പൊന്നുമോൾക്ക് നല്ല ഹൂറുലൈങ്ങളെ കല്യാണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഹൂറുലൈങ്ങളെ മണവാട്ടിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം ആ പൊന്നുമോൾക്ക് കൊടുക്കറുമ്പേ. ആ പൊന്നുമോളെ ഖബർ വിശാലമാവാൻ അവർ തന്ന മോതിരം നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടാൻ ഒരൊറ്റ ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹുവേ, നീ സ്വീകരിക്കണല്ലോ. ആ പൊന്നുമോളെ ഖബർ വിശാലമാക്കണല്ലോ. അല്ലാഹുമ്മ സയ്യിൻ ഖബറഹു ബിസീനത്തുൽ ഖുർആൻ. അല്ലാഹുമ്മ സയ്യിൻ ഖബറഹു ബിനൂറിൽ ഖുർആൻ. പൊന്നുമോളെ 45ാമത്തെ ദിവസം മരിച്ചിട്ട് സന്തോഷം അല്ലേ? അല്ലാഹ് വിളിച്ചാ നമ്മൾ പോണോ? വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യന്റെ മരണം അല്ലാഹു തീരുമാനിച്ചാൽ പിന്നെ അവനെ മുന്തിക്കൂല, പിന്നെ അവനെ പിന്തിക്കൂല. കരഞ്ഞുപോയി എല്ലാരും. നാളെ സുബ്ഹാനല്ലാഹ്. അസുഖം ഉണ്ടായത് വെച്ചാല് പ്രസവ സമയത്ത് പ്രസവിച്ചതിന് ശേഷം ഹാർട്ടിൽ ചെറിയൊരു ഓൾസ് കണ്ടു. ഹാർട്ടിൽ ചെറിയൊരു ഓൾസ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യത്തൊക്കെ വന്നിരുന്നല്ലേ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ശ്വാസം എന്തോ പ്രശ്നം വന്നു. രാവിലെ ഹോസ്പിറ്റലിൽ പോയി. വൈകുന്നേരം അല്ലാഹുവിന്റെ വിധി നാളെ